ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. വിദ്യാഭ്യാസ, ആരോഗ്യ, ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘമിത്ര സ്വയം സഹായ സംഘം തട്ടുമ്മൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ പദ്ധതി ആരംഭിച്ചു. 6 മാസ ജീവകാരുണ്യ നിധി നറുക്കെടുപ്പ് പദ്ധതിയാണ് തട്ടുമ്മലിൽ തുടക്കമായത്. തട്ടുമ്മൽ കുണ്ടന്തടം റോഡിലുള്ള സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ 19-ാം വാർഡ് മെമ്പർ രേഷ്മ വി രാജു തയ്യിൽ സുബൈറിന് കാർഡ് നൽകി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാസം 1000 രൂപ വീതം 6 മാസം അടക്കുന്നതാണ് പദ്ധതി. ആകെ 6000 രൂപയാണ് അടയ്ക്കേണ്ടത്. നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് തുടർന്ന് തുക അടയ്ക്കേണ്ടതില്ല. കാലാവധി പൂർത്തിയായവർക്ക് 3 ദിവസത്തിനുള്ളിൽ 5000 രൂപ തിരികെ നൽകും. വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, 25 കിലോയുടെ 3 ബാഗ് അരി എന്നിവയും പ്രോത്സാഹന സമ്മാനമായി നൽകുന്നുണ്ട്. സെക്രട്ടറി മുജീബ് KV സ്വാഗതം ആശംസിച്ചു. സംഘമിത്ര സ്വയം സഹായ സംഘം പ്രസിഡന്റ് സുരേഷ് മേലേടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M. കരുണാകരൻ, TP ചന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി MTP, മുഹമ്മദ് കുഞ്ഞി VV, നാരായണൻ മൂലയിൽ, സന്തോഷ് P, ഗോപി മിന്നാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സന്തോഷ് നന്ദിയും പറഞ്ഞു. ഈ വീഡിയോയിലൊക്കെ പിടിച്ച് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത്, തീർച്ചയായും ഈ സംഘത്തിനെ സഹായിക്കണം എന്ന് കമന്റ് ചെയ്യുന്നതിന് യാതൊരു സംശയവുമില്ല. അതൊക്കെ ഞാൻ കുമാരനാശാന്റെ ഒരു കവിതയാണ് ഇവർക്ക് വേണ്ടി എന്താ പറയണ്ടത്, അത്ര ഇവർക്ക് മാത്രം ചെയ്യുന്നൊരു കവിതയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ജീവിക്കുന്നത് സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ എന്നാണ് കവിതാ വരികൾ. ആ കവിതാ വരികൾ ഏറ്റവും ചേരുക സംഘമിത്ര സ്വയം സംഘത്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ കവിതാ വരികൾ ഇവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ മച്ചയിലെ തളിരുന്ന സംഘം നമ്മളുമായി നല്ല സഹകരണമാണ് ഉണ്ടായത്. ഈ തട്ടുമ്മൽ നബിദിന പരിപാടിയിൽ നമ്മുടെ സംഘത്തിലുള്ള മെമ്പർമാരെക്കാളും കൂടുതൽ പ്രവർത്തിച്ചത് ഈ തളിർ സംഘത്തിൻ്റെ മെമ്പർമാരാണ്. പക്ഷേ അവരുടെ സംഘത്തിൽ തന്നെ അവരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ മറ്റേ തട്ടുമുള്ള സംഘമിത്ര സംഘത്തിൽ കൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കുന്ന സംഘമാണ്. പക്ഷേ ഈ സംഘത്തിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസിക്കുന്നതിന് അവരുടെ സംഘത്തിൻ്റെ ഭാരവാഹിയായ ശ്രീ സന്തോഷ് അവകാശം. ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ 3.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കളക്റ്റീവ് സംഘത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ്. ഇനി നമ്മുടെ നാട്ടുകാരായ ഇവരെ സഹായിച്ചുകൊണ്ട് ഈ നാടിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നതിന് കിട്ടുന്ന സഹായത്തിന് വരുന്നവരെ അവർക്ക് നിരുത്സാഹപ്പെടുത്താതെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കാനും വേണ്ടി നമ്മളാൽ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുന്നു മാത്രം. ഒരു സംഘം 10 അംഗങ്ങളുള്ള ഒരു സംഘം ഇത്രയേറെ ചെയ്തു എന്നുള്ളത് അത്ഭുതത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പം ഇനിയും അവർക്ക് കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിത്യം ജോലി ചെയ്ത് ജീവിക്കുന്ന അവർ, മറ്റ് ജോലികളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വലിയ വരുമാനങ്ങളൊന്നും ഇല്ലാത്ത അവരിലത്തെ മാത്രം കോൺട്രിബ്യൂഷനിലൂടെ ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടി സഹായിച്ചാൽ ഈ നാടിൻ്റെ ഒരുപാട് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെന്താ വേണ്ടത്? നമ്മളുടെ സഹകരണമാണ് എനിക്ക് വേണ്ടത്. പരമാവധി അവരെ സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഏത് രീതിയിൽ നിങ്ങളോട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് മാത്രമാണ് അറിയിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും നല്ല പ്രവർത്തനം നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തട്ടുമ്മൽ പ്രദേശത്ത് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം തീർത്തും നിലച്ചുപോയ ഒരു ഘട്ടത്തിലാണ് ഇവർ ഈ ഉദ്യമവുമായി മുന്നിട്ടിറങ്ങിയത്. അത് തൊട്ടതെല്ലാം പൊന്നാകുന്ന രീതിയിൽ അവർ ഏർപ്പെട്ട എല്ലാ പരിപാടികളിലും വളരെ വിജയമായി നടത്താൻ സാധിച്ചു എന്നുള്ളത് ഈ സംഘത്തിന് അഭിമാനിക്കാൻ പറ്റും. തീർത്തും സാധാരണക്കാരായ ആളുകളുടെ പരിശ്രമമാണ്. ഈ 3 ലക്ഷം രൂപ ഇവർ ഇങ്ങനെ സഹായിച്ചു എന്ന് പറയുന്നത് ഞാനൊരു അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. ഇത് കണ്ടെത്തിയിട്ടുള്ള ഇവർ ഒരു പിരിവും കാര്യമായി നടത്തിയതായി എനിക്കറിയില്ല. ഒരു കാര്യം ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ ആലോചിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടതെന്നുള്ള ആത്മകഥയിൽ ഗാന്ധി ചെയ്തിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ തട്ടുമ്മൽ പ്രവർത്തിക്കുന്ന സംഘമിത്ര സ്വയം സഹായ സംഘം ഗാന്ധിജിയുടെ ആത്മകഥയിലുള്ള ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ഞാൻ ആ നോട്ടീസ് കുറച്ച് സമയം ശ്രദ്ധിച്ചു.
അവർ കഴിഞ്ഞ 10 വർഷം ചെയ്ത പ്രധാന പ്രവർത്തനങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 10 വർഷം ചെയ്ത പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ പരസ്പരം ഒരു കുടുംബത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഒരു സംഘം രൂപീകരിച്ച് ആ സംഘം കഴിഞ്ഞ 10 വർഷമായി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ. സുരേഷ്, അതുപോലെ പഞ്ചായത്ത് മെമ്പർ ജ്യേഷ്ഠനായും എതിരിക്കുന്ന പ്രശസ്ത വ്യക്തികൾ, നാട്ടുകാരെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത വാർഡ് മെമ്പർ രേഷ്മ, അതുപോലെ തന്നെ നേതാക്കളായ ചന്ദ്രേട്ടൻ, നാലേട്ടൻ, കരുണേട്ടൻ, മറ്റു നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം സംഘമിത്ര വളരെ കുറച്ചു കാലം കൊണ്ടാണെങ്കിലും വളരെ ഒരുപാട് നല്ല പരിപാടിയുമായി മുന്നോട്ട് പോകാം. കാരുണ്യ പ്രവർത്തനത്തിലായാലും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനത്തിലും, അതുകൂടാണ്ട് നാട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്ന അവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടും സംഘമിത്ത അവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒരു ഉദ്ദേശമാണ് ഇനിയും പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരമാവധി അവരൊക്കെ സഹായിക്കുക എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു ചിട്ടി ഫണ്ടുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ, ചൈനീസ്, അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ്, മോക്ടെയിൽ, ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും, ഷവായ, അൽഫാം, ഷവർമ, മന്തി, തന്തൂരി ഐറ്റംസ്, അങ്ങനെ എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ, നിയർ പഞ്ചായത്ത് ഓഫീസ്, ചെറുപുഴ. ഫോൺ 9495461479. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ, ചെറുപുഴ.